എയർപോർട്ടിലെത്തിയോ? വേണ്ട, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. മൊത്തം അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ താൻ തന്റെ NRI അക്കൗണ്ടിൽ റെമിറ്റ് ചെയ്യും. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് വിഡ്രോ ചെയ്യാൻ പറ്റണം. ഇനിയുള്ള കാലം ഞാൻ അമേരിക്കൻ പൗരനല്ലടോ. ഇവിടത്തെ ബാങ്കിൽ ഇന്ത്യൻ കറൻസി കിടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഏയ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. രക്ഷപ്പെടാനുള്ള പരിപാടിയല്ലേ അച്ചായ? വണ്ടി മാറ്റിയിടറാ. മാറ്റാന്നേ. അച്ചായനൊന്ന് പുറത്തോട്ട് ഇറങ്ങി വാച്ചായ. എന്തീ കാണിക്കുന്നു? ചാവിട്. വണ്ടി തരാ അച്ചായ. പറയാനുള്ളത് കേട്ടിട്ട് ഇടപാട് തീർത്ത് കഴിഞ്ഞാൽ അച്ചായൻ അങ്ങ് പോവാം. ഞാൻ തടയത്തില്ല. എന്താണ് നിനക്ക് വേണ്ടത്? എന്താ നിനക്ക് പറയാനുള്ളത്? അയ്യോ, എനിക്കൊന്നും വേണ്ട. ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളത് ദാ നിങ്ങൾ തമ്മിലല്ലേ. ചെയ്യാനുള്ള മഹാപാപങ്ങളൊക്കെ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയ കോടികളുമായി നാടുവിടാനുള്ള പരിപാടിയാണ് അല്ലേ അങ്കിൾ? ബഹളമൊന്നും വേണ്ട, അങ്കിള് പൊയ്ക്കോളൂ. അത് തന്നെയാ ഞങ്ങൾക്കും ഇഷ്ടം. രാജ്യദ്രോഹികളെ നാട് കടത്തുമായിരുന്നു, അത് പണ്ട്. ഇത് സ്വയം വിട്ടുപോന്നു മാത്രം അല്ലേ? ഇവന്റെ ധൈര്യത്തിൽ കോശിയെ തടഞ്ഞു നിർത്തി നമ്പർ ഇടല്ലേ മോളെ. രണ്ടിനെയും തീർത്ത് കോശി പോകേണ്ടടത്തേക്ക് പോയിരിക്കും. എടാ, രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ ഞാൻ. വെറുതെ ആയസം പാഴാക്കി കളയല്ലേ. എന്താ അച്ചായത്? എല്ലാം അവസാനിപ്പിച്ച് പോകാൻ നേരത്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് വെക്കൂടെ? അങ്കിളെ, വിലപ്പെട്ട സമയം ഞങ്ങളായിട്ട് പാഴാക്കുന്നില്ല. രണ്ട് കാര്യമേ ഞങ്ങൾക്ക് വേണ്ടൂ. എന്റെ അച്ഛനെയും കൈലാസ്നാഥ് സേട്ടിനെയും പറ്റിച്ച് കൈക്കലാക്കിയ ആ 35 കോടി രൂപ. ആ പണം കയ്യിലുണ്ടെന്നറിയാം. അത് ഞാനിങ്ങ് എടുക്കുകയാണ്. ബാസ്റ്റൺ, അതെ, ഇനി ഒരു ചെറിയ കാര്യം. ബെല്ല, അവൾ എവിടെയുണ്ട്? എനിക്കറിയത്തില്ലടോ. എന്റെ പണം തട്ടിയെടുത്ത് മുടിക്കാവോ നോക്കിയിടി. ഇതെടുത്ത് നീ വീട്ടിലെത്തുമ്പോ നിന്നെ ഞാൻ തീർത്തിരിക്കും. കുരക്കാടോ, തന്നെ അങ്ങ് തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഏതായാലും രാജ്യം വിട്ടു പോകാൻ തുടങ്ങിയതല്ലേ. ഈ ലോകം തന്നെ വിട്ടു പോകാനുള്ള അവസരം ഞാൻ തരാവണോ? പറയണോ, എവിടെയാവളോ? എനിക്കറിയില്ലടോ. എനിക്കറിയില്ല. പറയടാ, പറയാ പറയാ പറയാ.